എക്സലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, എങ്ങനെ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഷീറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നും ഷീറ്റിനെ റീനെയിം ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സെൽ എങ്ങനെ മെർജ് ചെയ്യുന്ന, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അലൈൻ സെൻറ്റർ, ഇതൊക്കെയാണ് റാപ്പ് ടെക്സ്റ്റ്. ഇതൊക്കെ എന്താണെന്നും അതേപോലെ തന്നെ ഇതെങ്ങനെ എക്സൽ യൂസ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു 2 സെല്ലുകളെ കൂട്ടി യോജിപ്പിക്കണമെന്ന് വയ്ക്കുക. അതായത് ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചില്ല കേട്ടോ. നമ്മളിപ്പോൾ ബില്ലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ബില്ലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എക്സൽ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിരുന്നു, അല്ല, കമ്പനി ബിൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സൽ യൂസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2 സെല്ലുകൾ കണ്ടോ, ഈ രീതിയിൽ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇപ്പോൾ ഇത് ഓരോ കോളം ബൈ കോളായിട്ടിരിക്കുന്ന സെല്ലാണ്. ഇതെന്ത് ചെയ്യണം, ഒറ്റൊരു കോളാക്കി മാറ്റണമെന്ന് വയ്ക്കുക. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, എന്തോരം സെല്ലാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും സെല്ല് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിൽ മെർജ് ആൻഡ് സെൻറ്റർ. ഇപ്പോൾ കണ്ടോ, ആ ഒരു സെല്ല് എന്തായി, ഒറ്റൊരു കോളായിട്ട് മാറി. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന സെല്ല് ഒറ്റൊരു കോളായിട്ട് മാറി. ഓക്കെ, ഞാൻ വീണ്ടും കൺട്രോൾ ഇസഡ് അടിച്ച് എന്താണ് ബാക്കിലേക്ക് വരാണ്. കൺട്രോൾ ഇസഡ് അടിച്ച് ബാക്കിലേക്ക് വന്നിട്ട് അടുത്തൊരു ഓപ്ഷനാണ് മെർജ് അക്രോസ്. ആ കുറുകിയുള്ള വരകൾ കണ്ടോ, ഇങ്ങനെ നോക്കിയാൽ കണ്ടോ, ഈ കുറുകിയുള്ള വരകൾ എന്തായിപ്പോയി, ക്രോസ് ആയിപ്പോയി. ഞാൻ വീണ്ടും കൺട്രോൾ ഇസഡ് അടിച്ച് വീണ്ടും ബാക്കിലേക്ക് വരാണ്. അടുത്തൊരു ഓപ്ഷനാണെങ്കിൽ മെർജ് സെല്ല്. നേരത്തെ ചെയ്ത ഓപ്ഷൻ തന്നെയാണ് മെർജ് സെല്ല് എന്നൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ കൺട്രോൾ ഇസഡ് അടിച്ച് ബാക്കിലേക്ക് വേണ്ടി ആവശ്യമില്ല. തുടങ്ങി ഇവിടുന്ന് ആദ്യം തന്നെ മെർജ് സെല്ല് കൊടുത്ത് വീണ്ടും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അൺമെർജ് സെല്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ആ സെല്ല് ആദ്യം അങ്ങനെ തന്നെയാണോ ഇരുന്നത് ആ രീതിയിൽ തന്നെ എന്താവും, പിന്നെയും ആ സെല്ല് ഇങ്ങനെയാവും. ഓക്കെ, പണ്ടത്തെ പോലെ തന്നെയാവും. അതിന് വേണ്ടിയിട്ടാണ് അൺമെർജ് സെല്ല് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ മെർജ് ആൻഡ് സെൻറ്ററിന് ക്ലിക്ക് ചെയ്യുകയാണ്. മെർജ് ആൻഡ് സെൻറ്ററിന് ക്ലിക്ക് ചെയ്തു. ഇതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു കമ്പനിയുടെ പേര്, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കമ്പനിയുടെ പേര് ഇപ്പോൾ JKL ലിമിറ്റഡ് എന്നോ JKL കമ്പനി ലിമിറ്റഡ് എന്ന് ലിമിറ്റഡ്, ഇപ്പോൾ എറണാകുളം, കേരള, പെരുമ്പാവൂർ. പിന്നെ 6835442. പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കി കണ്ടോ, പകുതിയോളം നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ JKL കമ്പനി ലിമിറ്റഡ്, എറണാകുളം, കേരള, പെരുമ്പാവൂർ, പിൻ 6835442 ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യണം, എനിക്കിപ്പോൾ ഒറ്റൊരു ഇതാക്കി കാണണമെന്ന് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, റാപ്പ് ടെക്സ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ സെല്ല് ഡിലീറ്റ് ചെയ്തു, ഒന്നല്ലെങ്കിൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, റാപ്പ് ടെക്സ്റ്റ് എനേബിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ചെയ്തു നോക്കാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം റാപ്പ് ടെക്സ്റ്റ് എനേബിൾ ചെയ്യുക. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റാപ്പ് ടെക്സ്റ്റ് ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്തിട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ, എന്ത് മാറ്ററാണോ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് JKL കമ്പനി ലിമിറ്റഡ് കുളം, കേരള, പെരുമ്പാവൂർ. പെരുമ്പാവൂർ പിൻ 6835442 കണ്ടോ. അതേ ആ സ്ഥലം അവിടുന്ന് സ്പേസ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് വന്നു, അവിടെ നമ്മൾ നേരത്തെ തന്നെ റാപ്പ് ടെക്സ്റ്റ് എനേബിൾ ആയിരുന്നു. അതുകൊണ്ട് എന്ത് വന്നു, ഓട്ടോമാറ്റിക്കായിട്ടും ആ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മേലേക്ക് കയറിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടെ നിന്ന് മൊത്തം നമ്മൾ വേർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ മൊത്തം 4 അലൈൻമെൻറ്റ് ഉള്ളൂ. അലൈൻ ലെഫ്റ്റ്, അലൈൻ റൈറ്റ്, അലൈൻ സെൻറ്റർ, ജസ്റ്റിഫൈ. ഓക്കെ, ഈ 4 അലൈൻമെൻറ്റുകളാണ് വേർഡിലുള്ളൂ. ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം 6 അലൈൻമെൻറ്റുകളാണ്. അതായത് ഇപ്പോൾ അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 2-3 ഓപ്ഷൻസ് കൂടുതൽ വന്നിട്ടുണ്ട്. ബോട്ടം അലൈൻ, സെൻട്രൽ അലൈൻ,
ടോപ്പ് അലൈൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇതിൻ്റെ ടോപ്പ് അലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അത് ടോപ്പിലേക്ക് പോയി സെൻട്രൽ അലൈൻ കൊടുക്കുന്ന സമയത്ത് എന്താ, അത് സെൻട്രലിലേക്ക് വന്നു. വീണ്ടും ബോട്ടത്തിലേക്ക് വന്ന സമയത്ത് നോക്കി അത് നേരെ താഴോട്ട് വന്നു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ബോട്ടം അലൈൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നമ്പർക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. കീബോർഡിൽ എൻ്റർ അല്ല അടിക്കുക. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സെല്ലിലേക്കായിരിക്കും പോവുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് GST നമ്പറിലേക്ക് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് ബാർ പ്രസ് ചെയ്ത് വെച്ചിട്ട് GST നമ്പറൊക്കെ ഇവിടെ കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ ഒരു സാമ്പിൾ പോലെ കൊടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു സാമ്പിൾ പോലെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടുന്ന് സാമ്പിൾ പോലെ കൊടുത്തുന്നുള്ളൂ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ റാപ്പ് ടെക്സ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല്ലുകളെ ഈ രീതിയിൽ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇറ്റാലിക് ചെയ്യാം. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ഇതിൽ ഡബിൾ അണ്ടർലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഡബിൾ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ അണ്ടർലൈൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യം ഓഫ് ചെയ്യണം. അപ്പോൾ എനിക്ക് അണ്ടർലൈൻ ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അണ്ടർലൈൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ഇറ്റാലിക് ഓഫ് ചെയ്യണമെങ്കിൽ ഇറ്റാലിക്കിൻ്റെ ഓഫിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അൺബോൾഡ് ആക്കണമെങ്കിലും അൺബോൾഡ് എന്നൊരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ തൽക്കാലം ബോൾഡാക്കി കൊടുത്തേക്കാണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഫോണ്ടുകൾ കണ്ടോ, നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല. സാധാ ഒരു ഫോണ്ട് തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഫോണ്ട് ഇട്ട് കൊടുത്തേക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ സൈസ് കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. എങ്ങനെയായാലും സൈസ് ഒരു 12, മാക്സിമം ഒരു 10-12 എങ്ങനെയായാലും ഇട്ടിരിക്കണം കേട്ടോ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിൻറ്റിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വായിക്കാൻ പറ്റുള്ളൂ. പ്രിൻറ്റ് അളവ് കൂടിയെന്നുള്ളത് കുഴപ്പമില്ല, ഒരുപാട് കൂടാൻ പാടില്ല. ഇൻ കേസ് ഒരു മിനിമം ആയിട്ടുള്ള ഒരു അളവ് എങ്ങനെ വന്നാലും ഒരു 10, ഒരു 12 എങ്ങനെയായാലും ഇട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അതിലേക്ക് കുറഞ്ഞ അളവ് ഇടാൻ പറ്റും. പക്ഷേ ഇവിടെ 12 കിടക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഒരു 5 ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവം അവിടെ കണ്ടോ, നമുക്ക് അളവ് കൊടുക്കാൻ പറ്റും. പക്ഷേ പ്രിൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിനിമം സൈസ് ഞാൻ 12 എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അളവ് കൂട്ടി കൊടുക്കാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അളവ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കണേ നമുക്ക് ഇവിടുന്ന് കുറയ്ക്കാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെല്ലുകൾക്ക് കളർ കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലുകൾക്ക് കളർ കൊടുക്കാം. ടെക്സ്റ്റുകൾക്ക് കളർ കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, കളർ കൊടുക്കാം. ചില കമ്പനീസിലൊക്കെ ആണെങ്കിൽ കളർ പ്രിൻറ്റുകളായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഹെഡിങ്ങിലൊക്കെ അവരുടെ ലോഗോസുകളൊക്കെ കളർ പ്രിൻറ്റിങ്ങിലായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളർ പ്രിൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്തേക്കാം, അവിടെ നിന്നിപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെല്ലുകൾക്ക് ഒരു യെല്ലോ കളറും സെല്ലുകൾക്ക് ഒരു യെല്ലോ കളറും ടെക്സ്റ്റുകൾക്ക് ഒരു ഓറഞ്ച് കളറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ. അല്ല, നമ്മളിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലും കുഴപ്പമില്ല. അത് ഓട്ടോമാറ്റിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെത്തേഡിലായിരിക്കും എന്താവുക, അത് പ്രിൻ്റ് ആവുക. നിങ്ങളൊക്കെ കളർ പ്രിൻ്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്തു കൊടുത്തേക്കുക.